എന്താ ഇങ്ങനെ നടക്കണേ? ജാതി കിടക്കലാണ് കൂടെ അത്. ഒരു സ്ഥലത്ത് നേരം പരപരാ കൊടുക്കുന്നു. ഈ സ്ഥലത്ത് നല്ല മഴക്കാറ്. ഇതിനാ നമ്മളെന്താ പറയാ, കുറുക്കന്റെ കല്യാണം. എന്താ പറയാ, കുറുക്കന്റെ കല്യാണം. വെയില് മഴ, വെയില് മഴ. അങ്ങനെ നമ്മൾ തിമിർത്ത് പെയ്യുകയാണ് സുഹൃത്തുക്കളെ. മഴ എന്തൊക്കെ പണിയല്ലേ പരീക്ഷ ടൈം ആകുമ്പോൾ നമുക്ക്. അതെ, ഇതെന്ന് പറഞ്ഞാല് Mg+H2O എന്ന് പറയുന്നത് MgO ഒന്നുകൂടെ. ഇനി നമുക്ക് അടുത്തത് H2O ഇല്ല, H2 മാത്രമല്ലോ. മനസ്സിലായ? അതായത് വാട്ടറായിട്ട് മഗ്നീഷ്യം റിയാക്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന എന്താ, പിന്നീട് ഇനി H2O ഇല്ല. MgO എന്ന് പറയുന്നത് ഈ Mg മഗ്നീഷ്യവും ഓക്സിജനും കൂടി മഗ്നീഷ്യം ഓക്സൈഡായി. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ആരാള, ഹൈഡ്രജൻ. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയി. ഇത്രയേ ഉള്ളൂ. ഇലാസ്റ്റിക് പോളിമർ ആരാ, റബ്ബറാണ്. അങ്ങനെ നോക്കുക. പിന്നെ ഇതിൽ ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്നാണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, H2SO4. അതിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊറ്റ മോളിക്യൂളാണ്. ആ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റം, 1 സൾഫർ ആറ്റം, 4 ഓക്സിജൻ ആറ്റം. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ മാത്രം ചോദിച്ച സ്ഥിതിക്ക് എത്ര ഉണ്ട്, 4 ഈ അടിയിലുള്ള നമ്പറുകളൊക്കെ ആറ്റത്തിൻ്റെ നമ്പേഴ്സാണ്. പിന്നെ ഇവിടെ പല നമ്പർ വന്നിരുന്നെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത്, അത് മോളിക്യൂളാണ്. പക്ഷേ ആറ്റത്തിൻ്റെ നമ്പർ ചോദിക്കുമ്പോൾ നമ്മൾ ഈ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം പറയാനായിട്ട്. ഓക്കെ ഓക്കെ വരും മകനെ, ദാ പഠിക്കാ ബാ. ആ വെരി ഗുഡ്. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായില്ലേ? ആ വന്നിട്ട് എക്സ്പ്രഷൻ ടൈപ്പ്. ഗൈസ്, ഈ വീഡിയോ 1 മില്യൺ അടിച്ചാൽ ഇത് ഗിവ് അവേ ആണ്. ഗിവ് അവേ വീഡിയോ ആണോ അതോ യൂട്യൂബ് ചാനലാണോ? വീഡിയോ 1 മില്യൺ അടിച്ചാൽ മതി. ചാനൽ 1 മില്യൺ ഇക്കൊല്ലം കൊണ്ട് അടിക്കണല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വലുത് വരും. 1 മില്യൺ അടിച്ച് ഇതിൻ്റെ വലുത് വരും അല്ലേ? 1000 അടിച്ചാ 1K അടിച്ചാ ഇത് ഗിവ് അവേ. അപ്പം ആരെങ്കിലും പിള്ളേര് ഘടകം ഇത് കാണുന്നുണ്ടെങ്കിൽ എത്ര ഏജ് കാറ്റഗറി എത്ര കൊടുക്കണം നമുക്ക്? ഏജ് കാറ്റഗറി 18. ഇതിനു വേണ്ടിട്ടാ ദൈവമേ, ഊക്ക് കിട്ടും ഊക്ക്. 8 വയസ്സല്ലേ? 8 വയസ്സുള്ള പിള്ളേർ ഇത് കാണണമെന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ ഇത് ഗിവ് അവേ. ഗൈസ്, ഇത് വെച്ച് ഞാൻ ഡാൻസ് കളിപ്പിക്കാൻ പോവാണ്. ഏതാ പാട്ട്? കണ്ണിൽ കർപ്പൂര. ആ കണ്ണിൽ കർപ്പൂര ഗീതമോ ശ്രീവല്ലി. അതിന് നിന്റെ വരല കാണണ്ടേ ഭൂരിഭാഗവും. തല കാണിക്കണേ. ഈ പറമ്പില് മൊത്തം പിള്ളേര് നോക്കി. അതാ നിന്നെ പോലുള്ള ആൾക്കാരാണ് ഇത് ഇവിടെ അങ്ങനെ പേപ്പറുകൾ ചുറ്റി കൂട്ടിയിടണേ. വാടാ ഇറങ്ങ്. ഗൈസ്, നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ ബിൻവിന്റെ സൈക്കിൾ ചവിട്ടാനാണ്. ബിൻവിന്റെ 22,000 രൂപയുടെ സൈക്കിൾ ചവിട്ടാൻ. എവിടാ ഇതാണോ 22,000 രൂപയുടെ റാലി? എങ്ങനെയാണോ വായിക്കുക? ഓക്കെ, റാലി ഫസ്റ്റ് ലുക്ക്. അതെ, അപ്പൊ കാനയിൽ വേണാലും ഈസി ആയിട്ട് പോക്കാം. $5 lakh അടിച്ചാ ഗിവ് അവേ ആണ് കേട്ടത്. 5 lakh അടിച്ചാ ഗിവ് അവേ ആണ്. 5 lakh ഗിവ് അവേ ആണ് കേട്ടോ. അത് തിരിച്ച് നോക്കിയാ 20,000 അടിച്ചുള്ള ഗിവ് അവേ ഇതാ. 20,000 ഗിവ് അവേ ഇത്. അല്ല, 20,000 കൊടുക്കണ്ടല്ലേ? എത്ര കൊടുക്കണം? 10,000 കൊടുത്താൽ മതി ഗിവ് അവേ. ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായി പറഞ്ഞുതരാം. ഇതിപ്പോ
ഇതിപ്പോ എത്ര ഗിയറാ? 1 2 3. ഇതില് 3 ഇത് അതില് ഒന്നിടുമ്പോ അതില് 1 2 3. അപ്പൊ ഇത് നമ്മൾ ആദ്യം ഫുള്ള് ലോ ആക്കാം. ഇത് തിരിക്കുമ്പോ മാത്രം മാറ്റാൻ പാടില്ല. നമ്മള് ഇവനെന്തൊക്കെയാ കാണിക്കണ? അപ്പൊ ഇത് 1 1 ആയി. ഇതിപ്പോ നോക്കിയാ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് റെഡ് മാർക്ക് നോർത്താണ് സാധനം വരെ. അപ്പൊ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്. ഇനിയിപ്പോ നമുക്ക് ഈ 1 3 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വരെ പോകുള്ളൂ. അത് 2 1 ഓടിക്കാം. മീൻസ് 1 ഇട്ടിട്ടുണ്ടെങ്കിൽ 3 വരെ നമുക്ക് ഗിയർ 2 ഇട്ടിട്ടുണ്ടെങ്കിൽ 5 വരെ ഗിയർ മാറ്റാം. 3 തൊട്ട് 5 വരെ കേട്ടോ. 3 ഇട്ടിട്ടുണ്ടെങ്കിൽ 5 തൊട്ട് 6 വരെ മാറ്റാം. ലോങ് ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക ഷോക്കപ്സ് ഇതിങ്ങനെ പിടിച്ചാൽ ഷോക്കപ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ ഷോക്കപ്സ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് പോകുമ്പോൾ നമുക്ക് ഹമ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ മെയിൻ റോഡ് ആകുമ്പോൾ ഷോക്കപ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതങ്ങനെ ടെസ്റ്റ് ചെയ്താൽ ഷോക്കപ്സ് ഇല്ല. പിന്നെ ഷോക്കപ്സ് ഇല്ല. ഇതെന്ന് പറയുന്നത് ഷോക്കപ്സ് കൂട്ടാനാണ്. ഷോക്കപ്സ് കൂട്ടാനും കുറയ്ക്കാനാണ്. ഇത് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്ന അത്രത്തോളം ഷോക്കപ്സ് കുറയും, എത്രത്തോളം ഡിക്രീസ് ചെയ്യുന്ന അത്രത്തോളം ഷോക്കപ്സ് കൂടും. അങ്ങനെ സെറ്റ് ചെയ്യാം. 2 ഡിസ്ക് ബ്രേക്ക് ഗിയർ മാറ്റണത്. ഇത് ഹൈ ഇത് 1 1 അതാണ്ട് ലൂസാക്കി ചവിട്ടേണ്ടി വരും. 28,000 versus $1 cycle. $1 cycle. ഗിയർ മാറ്റിയല്ലേ ചെറിയ വ്യത്യാസം, അതാണ് ശബ്ദം വരുന്നത്. Oh my god, $1 cycle. അയ്യോ എന്തൊക്കെ കാണിക്കണേ. അത് എത്ര ഡോളറാ? നോ $8. $8 $28 ഇല്ലല്ലോ. 28,000 28K and 1K cycle. പിന്നെ ഇതല്ലടാ മഡ് റേസർ അല്ലേ? വെക്കടാ, ഞാൻ ചവിട്ടട്ടാ, ഞാൻ ചവിട്ടി വെക്കട്ടാ. ഓ നൈസ്. അതങ്ങനെയാ എത്തിക്കില്ല. കാല് ഇങ്ങനെ ചവിട്ടണം. ബൈ 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 ബൈ. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ബാത്റൂമിൽ കയറിയപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള സൗണ്ട്. നോക്കിയപ്പോൾ ഈ ഹോൾഡറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുവാണ് നമ്മുടെ പല്ലിക്കുട്ടൻ. അപ്പോൾ ഞാൻ ബൾബൊക്കെ നൈസായിട്ട് ഊരി പല്ലിങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പകുതി ഇങ്ങനെ പെട്ട് കിടക്കുവാണ്. എനിക്ക് ആക്ച്വലി അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ഫ്ലാഷൊക്കെ അടിച്ച് നോക്കി, പക്ഷേ അതിൻ്റെ ബാക്കി ഭാഗം എങ്ങനെയാണ് സ്റ്റക്കായി നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല. അവസാനം എനിക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കിയെടുക്കാനൊക്കെ നോക്കി, പക്ഷെ എന്നിട്ടും നോ രക്ഷ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഓറഞ്ച് ക്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഊരിയാൽ ഒരുപക്ഷെ ഇതിനെ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഞാൻ അത് ഊരാനായിട്ട് നോക്കി. ഈ ഒറ്റക്കൈയിൽ മൊബൈലും പിന്നെ അതേപോലെ തന്നെ ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് ഭയങ്കര റിസ്ക്ഫുൾ ആയിരുന്നു സംഭവം. എനിക്ക് മനസ്സിലായി, ഇതാ കണ്ടോ, അതിങ്ങനെ വിടിക്കും തോറും അതിനൊരു എന്താ പറയുക, അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് അതാ സ്റ്റക്കായത് ഇങ്ങനെ ലൂസായി വരുന്നുണ്ട് ബോഡി. അവസാനം ദാ ചാടി 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 അതിൻ്റെ ഉള്ളിൽ കുറേ നേരം സ്റ്റക്കായതുകൊണ്ടായിരിക്കും എൻ്റെ കാലുമൊക്കെ റെഡ് കളറുണ്ട്. പക്ഷേ നമ്മൾ ആളെ സേഫായിട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അമ്പലത്തിൽ പോവാം. ഇത് പണ്ട് തറവാട്ടിലുണ്ടായിരുന്ന ഒരു ചെമ്പുകോടാണ്. ചെമ്പുകോടപ്പോൾ വീട്ടിൽ വലിയ ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അമ്പലത്തേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മൂമ്മ തന്നു വിട്ടതാണ് ഈ ഒരു കുടം. ഇനിയിപ്പോൾ നേരെ നമുക്ക് അമ്പലത്തേക്ക് പോകണം. അതിന് മുൻപ് നമ്മുടെ ചെടിച്ചട്ടികൾ നമുക്ക് നോക്കാം. ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു ഓണം ഇതൊക്കെ ആകുമ്പോഴേക്കും നമുക്കങ്ങനെ പൂക്കൾ
നല്ല നാടൻ പൂക്കളം ഇടാം എന്നുള്ളതാണ് പ്ലാൻ. പുറമേ നിന്നുള്ള പൂക്കളൊക്കെ നമുക്ക് വാങ്ങിക്കൽ കുറവാക്കാം എന്നുള്ളതാണ്. അറിയില്ല, ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരുമായിരിക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ അമ്പലത്തേക്ക് എത്തി. സ്ഥിരം എൻ്റെ വീഡിയോയിൽ കാണുന്ന അമ്പലം തന്നെയാണ്, നമ്മുടെ വീടിനോടടുത്ത് കിടക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രം. അങ്ങനെ അവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി കുറച്ച് ഭസ്മവും കിട്ടി, അതേപോലെ തന്നെ പ്രസാദവും. പിന്നെ ഞാൻ അന്ന് പോയിരുന്ന ഒരു റൂട്ടുണ്ടല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, കുറിഞ്ഞാക്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ്. ഇവന്മാർക്ക് വരത്തൻ കൊക്കുകളാണ്, നല്ല രസമുണ്ട്, നല്ല വലിപ്പവും ഇതിലൊക്കെ ഉള്ള പൂണ്ട് വിളയാടാണ് അവരെല്ലാവരും അവിടെ. ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ വണ്ടി നിർത്തുമ്പോൾ പല പല കാഴ്ചകളാണ് കേട്ടോ, നല്ല രസമാണ്. ദേശാടന കിളികളാണ്, എന്തിനേക്കോ തപ്പി നടക്കുകയാണ് അവറ്റങ്ങൾ. നമ്മളിപ്പോൾ കണ്ട കളറിലാണ്ട് വേറെയും കളറുള്ള ഷെയ്ഡുള്ള ആൾക്കാരുണ്ട് കേട്ടോ അവിടെ, കൊക്കുകളുടെ ഇനം തന്നെ. ഗൈസ്, ഇത് വിഹാൻ്റെ സ്കൂളിലേക്കുള്ള എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ, പയറ് മുളപ്പിച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ വിഹാൻ സ്കൂളിൽ പനി ആയതുകൊണ്ട് പോകാത്തതുകൊണ്ട് ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 5-6 ദിവസത്തോളമായി. ഇത്രയായി. അത് പഞ്ഞി എന്താ പഞ്ഞി ഇങ്ങനെ മൂടി വെച്ചിട്ടുള്ള രണ്ടിലും ചെയ്യണല്ലേ, എക്സ്പെരിമെൻ്റ് ആണല്ലേ അല്ലേ? രണ്ടിലും ചെയ്ത് നോക്കിയതാണ്, അടിപൊളിയുണ്ട്. സൂപ്പർ 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 വിഹാൻ. അപ്പോൾ നമുക്കിനി ട്യൂഷന് പോവാം. ഓക്കെ, നമ്മൾ ട്യൂഷന് പോട്ടെ. ബൈ ബൈ. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത്, അതിന് മുൻപും പറയാറുണ്ട്, വളരെ കുറച്ച് പേര് ഇങ്ങനെ മൈക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറയും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി പോരാ, സൗണ്ടിൻ്റെ ക്വാളിറ്റി ഫോണിൽ എടുക്കുമ്പോൾ പോരാ. ഒന്നാമത് നമ്മളിങ്ങനെ വല്ലാണ്ട് അങ്ങനെ സൗണ്ട് ഉയർത്തി സംസാരിക്കാറില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും ഒരു മൈക്ക് അനിവാര്യമാണ്. സോ നല്ല മൈക്ക് നോക്കി വാങ്ങിക്കണം. ഏതാണെന്നുള്ളതാണ് ഞാനിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരെണ്ണം വാങ്ങണം. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ മേക്കപ്പ് ഇട്ടൊരു മേക്കപ്പ് റാണി വന്നിട്ടുണ്ടല്ലോ. ഐ, എന്തിനാ നീ മൂടിയേക്കണേ? നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലെ പുതിയ അതിഥി മുർത്താജ്. പുതിയ അതിഥിയാണ് മുർത്താജ്. എന്താ തലയിൽ വെള്ളം ഉണ്ടല്ലോ, നീ വെള്ളം നനച്ചിട്ട് വന്നിട്ടുള്ള തലയിൽ? എങ്ങനെയത് വെള്ളം വന്ന്? കുളിച്ചുമ്പായതാണാ? ഒമ്പടവില്ല. അത് ശരി. നോക്കട്ടെ, പല്ല് നോക്കട്ടെ. പല്ല് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ആഹാ, പല്ല് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. വേഗം എഴുതും. ഞാൻ തന്ന വർക്കുകളൊക്കെ വേഗം എഴുതും. ജോയ്സ് അവിടെ അങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ് ഗൈസ്. തനുവിന് ഇവിടെ കിട്ടുന്നില്ല ഗൈസ്. 50 Pop Max അല്ല, S23 അൾട്രയാണ്. അൾട്രയാണത്. 50 Pop Max ഇല്ല അവിടെ. അട്ട അതന്നെ, അട്ട. അത് പറയാനറിയാത്തവരില്ലേ? അൾട്ര എന്ന് പറഞ്ഞേ, അൾട്ര അതന്നെ, അൾട്ര. ആയിക്കോട്ടെ. ഷസാം ഇത് മാറ്റിയ പേര് മാറൂ? എനിക്കറിയാം. പേര് മാറില്ലല്ലോ. അതെ, ശരി. ഷസാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഫാൻ ബോയ് ആ മുക്കിലിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ ആ പരീക്ഷ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ആ ഫാനിനെ ഞാൻ അടിച്ച് ഉപ്പാട് കളക്കും. ഞാൻ വീഡിയോ ആണ്. ഫാൻ ബോയ് അല്ലേ? ഷസാമിന്റെ ഫാൻ ബോയ് അല്ലേ? നിന്റെ അടുത്ത് ഞാൻ പഠിക്കാൻ പറഞ്ഞത് പഠിക്കും വേഗം പോയിട്ട്. കെമിസ്ട്രി. സ്ഥലം മാറും നിനക്ക്. അല്ലടാ, അതിന്റെ ബ്രാൻഡ് നെയിം ആണത്. ഇരുട്ടത്തേക്ക് അങ്ങോട്ടോടെ പോണത്. അങ്ങനെയല്ല, എത്ര വേണ്ട? അത് 3 മൂന്ന് കളറല്ലേ? ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ അടപ്പടെല്ലാം മൂഞ്ചിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. എന്ത് മഴടാ, പൊളിയോടൊക്കെ. ഇളങ്കാറ്റിലേതോ തേങ്ങാക്കൊലകൾ ആടുന്നു. തേങ്ങാക്കൊലയല്ല, ചാക്കടെന്ന് പറഞ്ഞു. അതൊന്നും ഞാൻ ഇപ്പോൾ പറയില്ല മക്കളെ. വേഗം എഴുതിക്കോ, വരച്ചോ ഗൈസ്.
9ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഈ ഫിഗർ പഠിച്ചു വെച്ചോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇത് നീ വരയ്ക്കണത് ആവശ്യമുണ്ടോ നിനക്ക്? അതായാലേ നാളത്തേക്ക് ബാക്കിയുള്ളത് ഞാൻ ഇമ്പോസിഷൻ എനിക്ക് അയച്ചു തരണം കേട്ടോ. ഓക്കെ ഗൈസ് ബൈ. നമുക്ക് ട്യൂഷൻ അവസാനിപ്പിച്ചു. നല്ല ഇടിവെട്ട് മഴയുണ്ട്. എനിക്ക് പോകുമ്പോൾ ഞാൻ പെടുന്നുണ്ട് പാടത്ത്. അപ്പോൾ